ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു പുതിയ ഫീച്ചറാണ് ഞാനിന്ന് കാണിച്ചിരുന്നത്. ഇനി നിങ്ങൾക്ക് QR കോഡ് അയക്കുന്നതിന് അതിൽ നമുക്ക് വേണ്ട എമൗണ്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്താൽ പണം അയച്ചു തരുന്ന ആളിന് എമൗണ്ട് ടൈപ്പ് ചെയ്യേണ്ട ആവശ്യം വരില്ല. പ്രത്യേകിച്ച് ഷോപ്പ് ഓണർ, ബിസിനസ്സുകാർ, ഫ്രീലാൻസർ, വീട്ടിലിരുന്ന് ബിസിനസ് ചെയ്യുന്നവർ എന്നിവർക്കെല്ലാം ഈ ഫീച്ചർ വളരെ ഉപകാരപ്പെടും. സാധാരണ QR കോഡ് അയച്ചാൽ പണം അയക്കുന്ന ആൾ എമൗണ്ട് ടൈപ്പ് ചെയ്യണം. അത് പലപ്പോഴും എമൗണ്ട് തെറ്റായി ടൈപ്പ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. പക്ഷേ ഈ പുതിയ ഫീച്ചർ ഉപയോഗിച്ചാൽ എമൗണ്ട് നമുക്ക് നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ സാധിക്കും. അതുകൊണ്ട് അയക്കുന്ന എമൗണ്ട് തെറ്റിപ്പോവില്ല. പണം വാങ്ങുന്നതും വളരെ എളുപ്പമാക്കാൻ സാധിക്കും. ഇനി ഓരോ പേയ്മെൻറ്റിനും ക്യാഷ് ബാക്ക് ലഭിക്കുന്ന മികച്ച 2 UPI ആപ്പുകൾ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഗൂഗിൾ പേ പോലെ തന്നെ ഈ ആപ്പുകൾ ഉപയോഗിച്ച് എല്ലാ UPI പേയ്മെൻറ്റുകളും സുരക്ഷിതമായി ചെയ്യാൻ സാധിക്കും. ഞാൻ ഉൾപ്പെടെ നിരവധി ആൾക്കാർ ഉപയോഗിച്ചു വരുന്ന ഈ 2 ആപ്പുകൾ ക്യാഷ് ബാക്ക് തരുന്ന കാര്യത്തിൽ ഗൂഗിൾ പേയേക്കാളും വളരെ മുന്നിലാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇതുപോലുള്ള ഉപകാരപ്രദമായ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ആദ്യം ഗൂഗിൾ പേ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മുകളിൽ കാണുന്ന പ്രൊഫൈലിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടിവിടെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയും QR കോഡും കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ QR കോഡ് ഓപ്പൺ ആവും. ഇനി മുകളിൽ കാണുന്ന 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റ് എമൗണ്ട് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റർ എമൗണ്ട് എന്ന് കാണാം. അതിൽ താഴെ എത്ര രൂപയാണോ നമുക്ക് അയക്കേണ്ടത് ആ എമൗണ്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ 100 രൂപ ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മൾ ടൈപ്പ് ചെയ്ത എമൗണ്ട് ഇവിടെ കാണിക്കും. ഇത് സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ചിഹ്നത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ ഇവിടെ QR കോഡ് ഡൗൺലോഡ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം. ഇനി ഇത് ക്യാഷ് അയക്കാനുള്ള ആളിന് ഷെയർ ചെയ്ത് കൊടുക്കാനായി ഇവിടെ ഷെയർ QR കോഡ് എന്ന് കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് വാട്സാപ്പിലോ മറ്റുള്ള ആപ്പുകളിലേക്കോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഈ ഷെയർ ചെയ്ത QR കോഡ് കിട്ടുന്ന ആൾ നമുക്ക് അയച്ച QR കോഡ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ എൻ്റർ ചെയ്ത എമൗണ്ട് അതിൽ കാണിക്കും. അവർ ഇത് സെൻഡ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി ഈ എമൗണ്ട് തിരുത്തണമെങ്കിൽ വീണ്ടും സെറ്റ് എമൗണ്ട് എടുത്തിട്ട് പുതിയ എമൗണ്ട് സെറ്റ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ വളരെ ഈസിയായി നമുക്ക് ക്യാഷ് അയക്കാൻ സാധിക്കും. ഇനി ഞാൻ ആദ്യം പറഞ്ഞ ക്യാഷ് ബാക്ക് തരുന്ന 2 ആപ്പുകൾ ക്യാഷ് ബാക്ക് കിട്ടുന്ന തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം. ഒന്നാമത്തെ ആപ്പിൻ്റെ പേര് സൂപ്പർ മണി എന്നാണ്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടും ഫോൺ നമ്പറും ആഡ് ചെയ്ത് കൊടുത്താൽ ഈ ആപ്പ് വളരെ ഈസിയായി ഗൂഗിൾ പേ ഉപയോഗിക്കുന്ന പോലെ തന്നെ സുരക്ഷിതമായി ഉപയോഗിക്കാം. ഞാൻ ഈ കഴിഞ്ഞ 16-ാം തീയതി ഒരു ചായ കുടിച്ചിട്ട് ഈ ആപ്പ് വഴി പൈസ അയച്ചപ്പോൾ എനിക്ക് ക്യാഷ് ബാക്ക് കിട്ടിയത് 1 രൂപയാണ്. ചായക്ക് 8 രൂപ, ക്യാഷ് ബാക്ക് കിട്ടിയത് 1 രൂപ. അപ്പോൾ ചായ കുടിച്ചാൽ പോലും 1 രൂപ ക്യാഷ് ബാക്ക് കിട്ടുന്ന മറ്റൊരു ആപ്പ് വേറെ എൻ്റെ അറിവിലില്ല. താഴെ കാണുന്ന ഹിസ്റ്ററി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കാണാം ഞാൻ അയച്ചത് 8 രൂപ. അതിൻ്റെ തൊട്ട് താഴെ കാണാം 1 രൂപ കിട്ടിയത്. ഇവിടെ റിവാർഡ് എന്ന് കാണാം. അതിലും കാണാം എനിക്ക് കിട്ടിയ പൈസ. ഇനി രണ്ടാമത്തെ ആപ്പാണ് നാവി. ഇതും ഗൂഗിൾ പേ പോലെ തന്നെ സുരക്ഷിതമായി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ബാങ്ക് അക്കൗണ്ടും ഫോൺ നമ്പറും ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഉപയോഗിക്കാം. ഇതിലും ക്യാഷ് ബാക്ക് നല്ല രീതിയിൽ കിട്ടും. ഇവിടെ ഹിസ്റ്ററി ഓപ്പൺ ചെയ്താൽ കാണാം ഞാൻ ഒരു നാരങ്ങ വെള്ളം കുടിച്ചപ്പോൾ 2 രൂപ ക്യാഷ് ബാക്കായി കിട്ടി. അതായത് 20 രൂപയുടെ സാധനം ഈ ആപ്പ് വഴി പേ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 2 രൂപയാണ്. അങ്ങനെ നോക്കിയാൽ നമ്മൾ ഒരു മാസം എത്ര രൂപയ്ക്ക് സാധനങ്ങൾ വാങ്ങാൻ നമ്മൾ ക്യാഷ് ചിലവാക്കുന്നു. ഈ 2 ആപ്പുകൾ വഴി പേ ചെയ്ത് ഒരുപാട് ക്യാഷ് ബാക്കുകൾ നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ ഗൂഗിൾ പേ പോലെ തന്നെ സുരക്ഷിതമായി എന്നെപ്പോലെ തന്നെ നിരവധി ആൾക്കാർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന നല്ല 2 ആപ്പുകളാണ് ഇത്. ഇന്ന് തന്നെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് തുടങ്ങിക്കോ. ആപ്പുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തരിക. വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.